കെഎസ്ആർടിസിയിലെ സ്പെയർ പാർട്സ് പർച്ചേസിൽ സമഗ്രാന്വേഷണം വേണമെന്ന് TDF. പുതുപുത്തൻ ബസ്സുകൾക്ക് വരെ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കൂട്ടിയെന്നും അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. പർച്ചേസിൽ വൻ ദുരൂഹതയെന്ന് TDF പ്രസിഡന്റ് M. വിൻസെന്റ് MLA റിപ്പോർട്ടറിനോട് പറഞ്ഞു. 10 വർഷത്തിനിടെ 735 കോടി രൂപയുടെ സ്പെയർ പാർട്സ് വാങ്ങിയതിന്റെ വിവരാവകാശ രേഖ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ശമ്പളം പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന KSRTCയിൽ ഓരോ മാസവും 15-10 കോടി രൂപയുടെ സ്പെയർ പാർട്സുകൾ വാങ്ങാൻ ഇപ്പോൾ പുതുതായി പുറത്തിറങ്ങിയിരിക്കുന്ന BS6 സീരീസ് വണ്ടികളുടെ സ്പെയർ പാർട്സ് പോലും വാങ്ങിയിരിക്കുകയാണ്. 3 കൊല്ലത്തിനപ്പുറത്ത് ഉപയോഗിക്കേണ്ട സ്പെയർ പാർട്സ് വരെ ഇപ്പോൾ വാങ്ങിയിരിക്കുകയാണ്. അനാവശ്യമായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി നൽകിയിട്ടുള്ള മറുപടി ആലോചിച്ചു മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ്. മന്ത്രിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുള്ളത് കൊണ്ടാണോ ഇത് അന്വേഷിക്കാതിരിക്കുന്നത്? ഇതിനെ സംബന്ധിച്ചൊരു ഓഡിറ്റ് നടന്നിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടത്തണം. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. TV പ്രസാദ് നമുക്കൊപ്പം എത്തുന്നു. TV പ്രസാദ്, MLA ചൂണ്ടിക്കാട്ടിയത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പുത്തൻ വണ്ടി വാങ്ങാനുള്ള കാശുണ്ട്. ഈ സ്പെയർ പാർട്സ് വാങ്ങിയ കാശെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് തയ്യാറാകാതെ പുതിയ വാഹനത്തിന് വരെ സ്പെയർ പാർട്സ് വാങ്ങിയിടുകയാണ്. യഥാർത്ഥത്തിൽ ഇത് വാങ്ങിയോ അതോ ഓർഡർ മാത്രമേ ഉള്ളൂ? സുജയ, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ധാരാളം വാങ്ങിക്കൂട്ടുകയും ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തതെന്ന് പറയുന്നത് വലിയ ലക്ഷങ്ങൾ വില വരുന്ന എഞ്ചിനുകൾ, ഗിയർ ബോക്സുകൾ തുടങ്ങിയവ അത്ര അത്യാവശ്യമല്ല. നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ വളരെ അപൂർവമായി മാത്രം വേണ്ടി വരുന്നതാണ്. പക്ഷേ അതാണ് വ്യാപകമായി വാങ്ങിയിട്ടിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടുന്ന ബ്രേക്കിന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ജോയിന്റ്, ബോൾട്ട്, നെട്ടും ബോൾട്ടും, അത്തരം ചെറിയ കാര്യങ്ങൾ ഒന്നും ഇപ്പോഴും പല വർക്ക്ഷോപ്പുകളിലും കിട്ടാനില്ല എന്നുള്ളതാണ്. ഇത് തന്നെ ഓരോ കൊല്ലം കഴിയുന്തോറും കോടികളുടെ കണക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. നമ്മൾ എടുത്ത കണക്ക് പ്രകാരം സുജ 2016 6000 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. ആ സമയത്ത് ബസ്സിന്റെ ബോഡിപ്പണി ഉൾപ്പെടെ എല്ലാം ചെയ്തത് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നായിരുന്നു. അന്ന് ഒരു വർഷം പരമാവധി ആയിരുന്നത് 50 കോടി രൂപ മുതൽ 58 കോടി രൂപ വരെയായിരുന്നു പർച്ചേസിന് ആയതെങ്കിൽ ഈ 2024 കണക്കെടുത്ത് നോക്കുമ്പോൾ അത് 131 കോടി രൂപയായി ഉയർന്നു. ഒരു വർഷം സ്പെയർ പാർട്സിന് വേണ്ടി ചെലവഴിക്കുന്നത്. അങ്ങനെ കണക്കുകൂട്ടിയപ്പോഴാണ് 2016 മുതൽ 25 വരെയുള്ള ഈ കാലത്ത് 735 കോടി രൂപ, 30 ലക്ഷം വിലയുള്ള ഈ 2500 പുതിയ KSRTC ബസ്സുകൾ വാങ്ങാനുള്ള പണമാണിത്. ഇപ്പോൾ MLA പറഞ്ഞതുപോലെ പുതുപുത്തൻ ബസ്സുകളുടെ വരെ വലിയ വിലയുള്ള സ്പെയർ പാർട്സുകൾ ഇവിടെ വാങ്ങിക്കൂട്ടുന്നു എന്നതാണ്. ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണമാണ് M. വിൻസെന്റ് MLA ഉന്നയിക്കുന്നത്. നേരത്തെ നിയമസഭയിൽ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. അന്വേഷണം നടത്താമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പക്ഷേ ഇതുവരെയും ഒരു അന്വേഷണം നടത്തിയില്ല. ഒരു ഓഡിറ്റ് പോലും ഇല്ല എന്നാണ് KSRTCയിൽ നിന്ന് വരുന്ന വിവരം. എന്തായാലും KSRTCയുടെ ഈ സ്പെയർ പാർട്സിന്റെ പർച്ചേസ് എന്നത് അത്ര വെടിപ്പായിട്ടല്ല നടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. സുജിയ, നമുക്ക് ഇതിന്റെ പിന്നാലെ കൂടേണ്ടി വരും. ഓക്കെ, എന്തായാലും ഈ സ്പെയർ പാർട്സ് പർച്ചേസ് അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് വ്യക്തമാവുകയാണ്. ഇപ്പോൾ സമഗ്രമായ അന്വേഷണം TDFും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പർച്ചേസിലെ ഈ ദുരൂഹത നീങ്ങുന്നതുവരെ ഈ വാർത്തയുടെ പിന്നാലെ നമ്മളും ഉണ്ടാകും. TV പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.